നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാം ഓക്കെ അല്ലേ? ഓക്കെ. ഹാപ്പി അല്ലേ? പോലീസ് വരുന്നവരെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തെങ്കിലും കാരണവശാൽ വന്നില്ലെങ്കിൽ എല്ലാം തീർന്നില്ലേ. ഭാഗ്യത്തിന് സമയത്ത് തന്നെ അവരെത്തി അവനെ കൊണ്ടുപോയി. ഇതോടെ എല്ലാം തീർന്നു എന്ന് വിചാരിക്കൊന്നും വേണ്ട. അകത്ത് പോയി അവൻ ഒരിക്കലും പുറത്തു വരരുത്. അത് നമ്മൾ ഉറപ്പാക്കണം. അതിനല്ലേ സിദ്ധു എന്താന്ന് വെച്ചാൽ ചെയ്താൽ മതി. ഞാൻ കൂടെ ഉണ്ട്. ഒരു കേസല്ല, ഒരുപാട് കേസുണ്ട് അവനെതിരെ. അതുകൊണ്ട് അത്ര പെട്ടെന്ന് പുറത്തിറങ്ങാനുള്ള സാധ്യത കുറവാണ്. പിന്നെ അവനാ ആള്. എന്ത് അത്ഭുതവും നമ്മൾ പ്രതീക്ഷിക്കണം. എന്റെ മൊഴിയുണ്ട്, ശരവണന്റെ മൊഴിയുണ്ട്. അത്ര പെട്ടെന്ന് അവന് രക്ഷപ്പെടാൻ പറ്റുമോ? സാധാരണഗതിയിൽ പറ്റരുത്. പിന്നെ നിയമമാണ്, അത് വ്യാഖ്യാനിക്കുന്ന പോലെ ഇരിക്കും. എന്തായാലും കല്യാണം മുടങ്ങിയല്ലോ. ബാക്കി നമുക്ക് വരുന്നത് വെച്ച് തന്നെ കാണാം. സിദ്ധുള്ളതുകൊണ്ടാ നിത്യ രക്ഷിക്കാൻ എനിക്ക് പറ്റിയത്. ഈ ഉപകാരം, ഈ സ്നേഹം, ഇതൊന്നും ഈ ആയുസിൽ എനിക്ക് മറക്കാൻ പറ്റില്ല. ആ വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ എനിക്ക് ഇടപെടാതിരിക്കാൻ പറ്റുമോ ദേവികെ? സുധീട്ടന്റെ ആത്മാവാ എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാ എല്ലാം വിജയിക്കുന്നത്. അച്ഛൻ കിടന്നു പോയില്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. അച്ഛൻ വീണപ്പോ ആ സ്ഥാനത്ത് നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ സിദ്ധു ഉണ്ടായിരുന്നു. സത്യത്തിൽ ഞാനല്ല ശരത്തിനെ പോലീസിന്റെ കയ്യിൽ ഏൽപ്പിച്ചത്. ഞാനില്ലായിരുന്നെങ്കിലും അത് സംഭവിക്കുമായിരുന്നു. വിനയം കൊണ്ടാ ദേവികയുടെ റോളിനെ കുറിച്ചൊന്നും പറയാത്തത്. ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, ആരാ ശരത്തിനെ വീഴ്ത്തിയത്? ദേവികയല്ലേ? ഞാനോ? ഒരിക്കലും അല്ല, ആ സിദ്ധു തന്നെയാ. ആരാ എനിക്ക് അതിനുള്ള പ്രേരണ നൽകിയത്? ദേവികയല്ലേ? അപ്പോ ആരാ യഥാർത്ഥത്തിൽ നായിക? താൻ തന്നെയല്ലേ? ഒരേട്ടത്തി എങ്ങനെയാണോ പെരുമാറേണ്ടത് അതുപോലെ തന്നെ ദേവിക പെരുമാറി. ഇനി അവൻ ഇറങ്ങാതിരിക്കാനുള്ള വഴി കൂടി നമ്മൾ നോക്കണം. അത് ഉറപ്പാക്കണം. അതുകൂടി കഴിഞ്ഞാൽ ദേവികയ്ക്ക് പിന്നെ സ്വസ്ഥമായിട്ട് കഴിയാം. ഇപ്പൊ അവൻ സ്റ്റേഷനിലെത്തി കാണും. അവന്റെ ഒരടവും അവിടെ വിലപ്പോതിരുന്നാ മതിയായിരുന്നു. താൻ ധൈര്യമായിട്ടിരിക്കെ. അവനെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിന് ഞാൻ ഗ്യാരണ്ടി. ശരി സിദ്ധു. എന്നാ ശരി. ഇത്രയും കാലം സുഖിച്ചങ്ങ് കഴിയായിരുന്നില്ലേ? ഇനിയും കുറച്ചു കാലം വിശ്രമിക്കും. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ഒരു തെറ്റും ചെയ്തിട്ടില്ല? ഇല്ല. അപ്പം ദേവിക തന്ന പരാതിയും? അത് വെറും നുണയാ സാറേ. എന്നെ മനഃപൂർവ്വം കൊടുക്കാൻ വേണ്ടി ചെയ്തതാ. ദേവിക മാത്രമല്ല, പൊന്നുമണി, ശരവണൻ, ഇവരും നിനക്കെതിരെ മൊഴി തന്നിട്ടുണ്ട്. ശരവണനോ? അതെ. നീ ചെയ്തു കൂട്ടിയ സകല തെമ്മാടിത്തരങ്ങളും അവൻ ഞങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷയില്ല ശരത്തെ. ശരവണൻ ഒരിക്കലും എനിക്കെതിരെ പറയില്ല സാർ. എടോ, ആ ശരവണനെ ഇങ്ങ് കൊണ്ടുവാ. ശരിയാക്കി തരാം. ഇവിടെ വെച്ച് ഭീഷണി വെല്ലുവിളിയൊന്നും വേണ്ട. ഇതേ പോലീസ് സ്റ്റേഷനാ. നീ ഇവിടെ ഇറങ്ങുമല്ലോ, ബാക്കി അന്ന് പറയാം. അതിന് നീ ഇവിടുന്ന് ഇറങ്ങിയിട്ട് വേണ്ടേ? ഇനിയുള്ള കാലം നിന്റെ ജീവിതം ജയിലിലായിരിക്കും. അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. സാറേ, യവൻ പറയുന്നതൊന്നും വിശ്വസിക്കരുത്. യവനാ ക്രിമിനൽ, ഞാനല്ല. അതൊക്കെ ഞങ്ങൾ കണ്ടുപിടിച്ചോളാം. തൽക്കാലം രണ്ടുപേരും പോയി സെല്ലി കിടക്ക്. മര്യാദയ്ക്ക് കിടന്നോണം. അതിനുള്ളിലെങ്ങാണം കടന്നു ബഹളം ഉണ്ടാക്കിയ. അല്ല, നീയൊന്നും ബഹളം ഉണ്ടാക്കില്ല. ഉണ്ടാക്കിയാലും അത് കുറച്ചു നേരത്തേക്ക് മാത്രം.
അതിനുള്ള പണിയിലേക്കാ ഞാനിപ്പം കടക്കാൻ പോകുന്നത്. കൊണ്ടുപോയി ലോക്കപ്പേടും. സാർ എഴുന്നേറ്റ് വാടാ. എഴുന്നേറ്റ് പോടോ. ആ നീ പ്രതീക്ഷിച്ചില്ലല്ലേ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്. എന്ത് ചെയ്യാനാടാ, എനിക്ക് രക്ഷപ്പെടണ്ടേ. നീ എങ്ങനെ രക്ഷപ്പെടും? ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നീയും ഉണ്ടായിരുന്നല്ലോ. പെടുമ്പോ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് പെടും. എന്നെ രക്ഷിച്ചോളാന്ന് സിദ്ധു വക്കീൽ വാക്ക് തന്നിട്ടുണ്ട്. എനിക്ക് അദ്ദേഹത്തെ വിശ്വാസവുമാണ്. അവരെന്നെ രക്ഷിക്കും. രക്ഷിച്ചാലും നീ പുറത്തേക്കല്ലേ ഇറങ്ങുന്നത്. നിന്റെ സമയം അടുത്തു ശരവണ. അധികകാലം നിനക്കിനി കഷ്ടപ്പെടേണ്ടി വരില്ല. ആ നമുക്ക് നോക്കാം ആർക്കൊക്കെ എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. ഒന്ന് ഞാൻ തീർത്തു പറയാം. നിന്റെ കാര്യം പോക്കാശരത്തെ നിനക്കിനി രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാരാ വന്നിരിക്കുന്നേ? വാ കേറി വാ. ഇരിക്കൂ. അല്ല ചന്ദ്ര. ആ ഉണ്ട്, വിളിക്കാം. പിന്നെ കേസ് കൊടുക്കാനാണെങ്കിൽ കൊള്ളാവുന്ന വേറെ ഏതെങ്കിലും വക്കീലിനെ നോക്കുന്നതായിരിക്കും നല്ലത്. ചന്ദ്ര അത്ര നല്ല വക്കീലൊന്നും അല്ലെന്ന് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അത് നിങ്ങളല്ല ഇവരാ തീരുമാനിക്കേണ്ടത്. എന്റെ അഭിപ്രായം എനിക്ക് പറയാലോ. അതിന് ആരുടെ അനുവാദമൊന്നും എനിക്ക് വേണ്ട. എന്തിനാ ചേച്ചി വെറുതെ ഇവളുടെ കഞ്ഞിൽ പാറ്റിടുന്നത്? ശരത്ത് ഇവളുടെ ഫ്രണ്ടാ. ഒരു ഫ്രണ്ട് തോന്നിവാസം ചെയ്ത് അകത്ത് പോകുമ്പോ ഇവള് വേണ്ടി രക്ഷിക്കാൻ. ആ എന്തെങ്കിലും ചെയ്യും. പറയാനുള്ളത് പറഞ്ഞു. ശരത്ത് ഒരു തെറ്റും ചെയ്തിട്ടില്ല മോനെ. അത് പോലീസും കോടതിയല്ലമ്മേ പറയേണ്ടത്. ഞെട്ടിപ്പിക്കുന്ന പല വിവരങ്ങളും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. അവൻ ശരിക്കും ആരാണെന്ന് നിങ്ങൾക്ക് അധികം വൈകാതെ തന്നെ മനസ്സിലാവും. അവൻ കുറ്റക്കാരനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല മോനെ. കുറ്റക്കാരനല്ലെങ്കിൽ പിന്നെ എന്തിനാ അമ്മേ അവനെ പോലീസ് കൊണ്ടുപോയത്? കള്ളക്കേസ് കൊടുത്താലേ ആരെയും പോലീസ് കൊണ്ടുപോകും. ദേവികയും നിങ്ങളും കൂടി അത് ചെയ്തത്. ആ കല്യാണം എങ്ങനെയെങ്കിലും മുടക്കണം. അതിനുവേണ്ടിയായിരുന്നു ഈ പോലീസ് നാടകം. ഒരു പാവം കുടുംബത്തെ കണ്ണീര് കുടിപ്പിച്ചപ്പോ തൃപ്തിയായില്ലോ നിങ്ങൾക്ക്? കണ്ണീര് കുടിപ്പിച്ചതാണോ ഒരു അപകടത്തിൽ നിന്ന് രക്ഷിച്ചതാണെന്നൊക്കെ അധികം വൈകാതെ തന്നെ മനസ്സിലാവും.